ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പണ്ട് സ്കൂൾ വിട്ട് വിശന്ന് വരുമ്പോൾ നമ്മളെ ചാക്കിലാക്കാൻ വേണ്ടി ഉമ്മ ഉണ്ടാക്കി തന്നൊരു പലഹാരമാണ് കേട്ടത്. ഉമ്മ തട്ടിക്കൂട്ടി ഉണ്ടാക്കി തന്നതാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേര് ഇതിനൊന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീട്ടിലേക്ക് എപ്പോഴും കിട്ടുന്ന കപ്പയാണ് ഇതിലെ പ്രധാന ചേരുവ. പിന്നെ ഇതിലേക്ക് ആവശ്യമായ തേങ്ങ, മധുരത്തിന് ആവശ്യമായ ശർക്കര, പിന്നെ നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ കിട്ടാനായിട്ട് അല്പം ഏലക്കപ്പൊടി കൂടി വേണ്ട. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം കപ്പയൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ. കുക്കറിലാണ് ഞാനിപ്പോൾ കപ്പ വേവിക്കണത്. അതാകുമ്പോൾ 2 വിസിലിന് സംഭവം റെഡിയാകും. അപ്പോൾ കപ്പ വേവിക്കാൻ വെക്കാം. കപ്പ വേവാകുമ്പോഴത്തേന് നമുക്കിതിലേക്ക് വേണ്ട ശർക്കര പാനിന്ന് തയ്യാറാക്കണം കേട്ടോ. അതിനായി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 അച്ച് ശർക്കര ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് മെൽറ്റാക്കാനായിട്ട് അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർക്കണം കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇത് അടുപ്പിൽ വെക്കട്ടോ. ശർക്കര ചെറുതായി മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ കപ്പ ഇവിടെ വേവായിട്ടുണ്ട്. ഇനി വെന്ത കപ്പ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. 2 വിസിൽ മതി കപ്പ വേവാൻ. നല്ല ആവി പറക്കുന്ന കപ്പ, നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് മുഴുവനായും ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് ഉടച്ചെടുക്കണം. ചൂടിലാകുമ്പോൾ വേഗത്തിൽ ഇത് ഉടഞ്ഞിട്ട് കേട്ടോ. ഇതിപ്പോൾ മുഴുവനായിട്ടും ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറണം. എന്നിട്ട് നമുക്കിത് ചെറിയ റോളുകളാക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെറിയ റോളുകളാക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രം കൂടെ എടുക്കാം. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇത് ഏത് ഷേപ്പിലും ആണെങ്കിലും നമുക്ക് ആക്കട്ടോ. പക്ഷെ ഞാനിപ്പോൾ വളരെ വേഗത്തിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുന്നത്. പല വലുപ്പത്തിലോ ഒക്കെ ആയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമുക്ക് ഇത് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കണം കേട്ടോ. ചെറിയ ഫ്ലെയിമിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഈ പാത്രത്തിലേക്ക് അല്പം നെയ്യ് ചേർക്കണം. നെയ്യാകുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നെയ്യ് ചൂടായി വന്ന് അതിലേക്ക് ഉരുട്ടി വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കപ്പ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓൾറെഡി കപ്പ വെന്തതായതുകൊണ്ട് ഇനി കുറേ നേരം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി പതുക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ മുഴുവന് പാനിയിൽ ഇങ്ങനെ മുങ്ങി കിടക്കണം കേട്ടോ. ശർക്കരപ്പാനി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ചെറുകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അധികം ഉടഞ്ഞു പോവാതെ പതുക്കെ ഇളക്കണം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ലാസ്റ്റ് എരിവ് വേണ്ട ഏലക്കാപ്പൊടി. ഇനി അത് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റും സ്മെല്ലൊക്കെ ഏലക്കാപ്പൊടി ഇട്ടാൽ കിട്ടും. ഇത്രയും മതി കേട്ടോ. നല്ല മധുരമുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.